ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കുനാഫ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് കുനാഫൻ്റെ ഡോ ആണ്. അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുനാഫൻ്റെ ഡോ കിട്ടിയിട്ടില്ല, നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പം. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ കുനാഫ ഡോ ഉണ്ടാക്കാമെന്ന്. കുനാഫ ഡോ ഉണ്ടാക്കാൻ വേണ്ടിക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ കുനാഫ ഡോ തന്നെയാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ നിന്നും പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സാക്കി എടുക്കുക. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കുക, വെള്ളം ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ഒഴിച്ച് കൊടുക്കണ്ട. ഈ ഒരു പരുവത്തിലാവുന്ന രീതിയിൽ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇനിയിപ്പം ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പൈപ്പിംഗ് ബാഗ് ഞാൻ കപ്പിൻ്റെ ഉള്ളിലേക്ക് കപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. അപ്പം ഇതെന്തായാലും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പാനിൽ ചുറ്റിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഡോ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു തടസ്സമായിട്ട് ആ ഒരു കട്ടകളെല്ലാം ഒരു തടസ്സമായിട്ട് മാറും കേട്ടോ. അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ ചെറിയ ഹോളിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് വലിയ ഹോളെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുനാഫാൻ്റെ ഡോ കുറച്ചുകൂടി കട്ടിയായി പോവും. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പാനൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്തിട്ട് കുറച്ച് ഉയരത്തിലായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പാർട്ടി വ്ളോഗ് ചെയ്തപ്പം എല്ലാവരും കുനാഫ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഞാൻ അന്നത്തെ ദിവസം മന്തിയും ന്യൂഡിൽസ് ചില്ലി ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുനാഫ ഉണ്ടാക്കാൻ കുനാഫൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതല്ലേ കുനാഫ എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ കമൻറ്റിൽ മൊത്തത്തിൽ കുനാഫ വീഡിയോ ചെയ്യാനാണ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ വിചാരിച്ചു കുനാഫ വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ എല്ലാവരും ഈദിന് മുമ്പായിട്ട് ചെയ്യണേ ഈദിന് കുനാഫ ഉണ്ടാക്കാനെന്നെല്ലാം കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിന്. അന്നേരം ഞാൻ ഇക്കാനോട് ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ കുനാഫ വാങ്ങാൻ പറഞ്ഞപ്പം ഒക്കെ 2-3 ഷോപ്പിൽ പോയി. അപ്പോൾ കുനാഫൻ്റെ ഡോ എല്ലാം തീർന്നു പോയിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ഷോപ്പിലും പോയിട്ടുണ്ടായിന്. അന്നേരം ഡേറ്റ് കഴിഞ്ഞ ഒരു കുനാഫ ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേറ്റ് ചെയ്യുന്നതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു കുനാഫ ഡോയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഡോനെ പറ്റിയിട്ട് പറയാനുള്ളത്, കുനാഫ ഡോ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം, ഷോപ്പിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു ഡോ ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കുനാഫ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ ഭംഗി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന കുനാഫ ഡോ വെച്ചിട്ടുണ്ടാക്കുന്ന കുനാഫയാണ് കേട്ടോ. പിന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വീട്ടിലുണ്ടാക്കുക കേട്ടോ. പിന്നെ പുറത്തുനിന്ന് കുനാഫൻ്റെ ഡോ വാങ്ങുമ്പം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഒരു 500-600 രൂപ കൊടുക്കേണ്ടി വരും. വീട്ടിലാകുമ്പം 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറെല്ലാം ഉണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കുനാഫ ഡോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഹോളാണ്. ഈ ഹോള് നല്ലോണം നേരിയ ഹോൾ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് മതി. ഇതൊന്ന് ഡ്രൈ ആവുമ്പം പാനിൽ നിന്ന്
എന്താ പറയുക ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഉണ്ടാക്കും മുമ്പേ ഒരു 2 മണിക്കൂർ മുമ്പേ എല്ലാം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതൊരു മാസമെല്ലാം ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ കുനാഫയിലേക്കുള്ള സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിക്ക് 2 കപ്പ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം എന്തായാലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സിറപ്പിന് നല്ല ടേസ്റ്റും മണലും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം കുറുകി വരണ്ട കേട്ടോ. ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ 2-3 തവണ തിളച്ചിട്ട് പൊങ്ങി വരൂലേ, അന്നേരം ഓഫ് ചെയ്യട്ടോ. നല്ലോണം കുറുകി വരണ്ട. അപ്പം അത് റെഡിയാകുന്ന ടൈമിൽ ഞാനിതാ കുനാഫ ഡോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ചെറിയ പീസസ് ആയിട്ട് ചെറുതായിട്ട് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന കുനാഫ ഡോൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ചുറ്റിച്ച് കൊടുക്കുമ്പം നല്ലോണം നേരിയ രീതിയിൽ വരും. പിന്നെ പൈപ്പിംഗ് ബാഗ് തന്നെ കുറച്ച് ലൂസായിട്ട് കുറച്ച് തടി ഇങ്ങനെയെല്ലാം നമ്മളെ ഡോ മാറും കേട്ടോ. അതുകൊണ്ട് പൈപ്പിംഗ് ബാഗും കുറച്ച് കുറച്ച് ഹോളെല്ലാം കുറച്ച് വലുതായി കഴിഞ്ഞാൽ പൈപ്പിംഗ് ബാഗ് വേറെ മാറ്റിയിട്ട് വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടെല്ലാം ചെയ്യേണ്ടി വരും. കുറച്ച് പണിയാണ് കേട്ടോ. കുറച്ച് മെനക്കെട്ട പണിയാണ് വീട്ടിൽ ഡോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഓരോന്നും കുറച്ച് കട്ടി കൂടിയതും ഓരോന്നും കുറച്ച് കട്ടി കുറഞ്ഞതെല്ലാം ആയിട്ട് നമ്മൾ കുനാഫ റെഡിയാക്കി വരുമ്പം ലാസ്റ്റ് കാണാൻ കുറച്ച് ഭംഗി കുറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ കുനാഫ ഡോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കുറച്ചെല്ലാം വലിയ പീസും കുറച്ചെല്ലാം ചെറിയ പീസസും ആണ് കേട്ടോ. അത് ലാസ്റ്റ് ചുട്ട് വരുമ്പം നമ്മൾ കുനാഫ ഉണ്ടാക്കി വരുമ്പം മടി പിടിക്കും. അന്നേരം ഹോള് വലുതായി കഴിഞ്ഞാൽ പൈപ്പിംഗ് ബാഗൊന്നും വേറെ മാറ്റാനൊന്നും തോന്നൂല. അപ്പം നിങ്ങൾക്ക് അത്രയും കുനാഫ ഡോ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ കുനാഫ ഡോ ഉണ്ടാക്കാം. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ കാണാൻ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക നല്ല ലുക്ക് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുനാഫ ഡോ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ അറിയുന്നത് 250 ഗ്രാം കുനാഫ ഡോൻ്റെ അളവാണ് കേട്ടോ. അപ്പം 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ നിറയെ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ആ ഒരു കുനാഫ ഡോ നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കാം. നല്ലോണം അമർത്തി പ്രസ്സാക്കിയിട്ട് കുഴച്ച് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു പാൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോസ് പാൻ എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ മെൽറ്റായിട്ട് വന്ന മെൽറ്റ് ചെയ്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് മാത്രം മതി. ഓറഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പാനിൽ മൊത്തത്തിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം കുനാഫ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും കുനാഫയ്ക്ക് ഒരു പെർഫെക്റ്റ് കളറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓറഞ്ച് ഫുഡ് കളർ നിങ്ങൾ വീട്ടിലെല്ലാം ചെയ്യുവാണെങ്കിൽ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പം വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു മാത്രം. ഇനിയിപ്പോൾ ഇതാ പാനിലേക്ക് നമ്മൾ ബട്ടറിൽ മിക്സ് ആക്കി വെച്ച കുനാഫ ഡോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പാക്ക് ഫ്രഷ് ക്രീം മതി കേട്ടോ. ഒരു 250 ഗ്രാം ഡോക്ക് കുനാഫ ഡോക്ക്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും, 30 രൂപ എങ്ങാനും ആണ്. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ കുനാഫൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂണ് 1 കപ്പ് പാല് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം തിക്കാക്കിയിട്ട് നമ്മളിപ്പോൾ പുഡിങ്ങിനെല്ലാം ചെയ്യില്ല അതുപോലെ തിക്കാക്കിയിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ഫ്രഷ് ക്രീം ഉണ്ടായതുകൊണ്ട് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ മുകളിലായിട്ട് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുനാഫയും ചീസി കുനാഫയെല്ലാം ഉണ്ടാക്കലില്ലേ, അപ്പോൾ ഇത് ചീസി കുനാഫയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പാല് പറഞ്ഞിട്ടില്ലേ, പാലിൻ്റെ മിക്സ് അത് ഇതിന് മുകളിലായിട്ടിട്ടിട്ട് ഇതിന് മുകളിൽ എന്താ പറയുക മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ബാക്കി വന്ന ആ ഒരു ഡോയും കൂടി ഞാൻ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പ്രസ്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്രീമി കുനാഫ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പാൽ വെച്ചിട്ടുള്ള കുനാഫ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസിന് പകരമായിട്ട് ഞാനിപ്പം മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിക്കാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിന് മുകളിലായിട്ട് വേറൊരു പാന് വരുന്ന രീതിയിൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കുക. ഇങ്ങനെ പാന് വെക്കുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് 20 മിനിറ്റിന് ശേഷം ഇങ്ങനൊരു പ്ലേറ്റ് മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഇങ്ങനെല്ലാം ചെയ്യുമ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പാനിന് മുകളിലായിട്ട് ആ ഒരു ബാക്കി വന്ന ആ ഒരു ബ്രഷിൽ ബാക്കി വന്ന ആ ഒരു ബട്ടറും ആ ഒരു കളറും ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് അതിനായിട്ട് ഉണ്ടാക്കേണ്ട ബ്രഷിൽ തന്നെ ഉണ്ടാവും. അത് ഒന്നും കൂടി പാനിന് മുകളിൽ ക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ബ്രഷിൽ ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതാ മെല്ലെ പൊട്ടിപ്പോവാണ്ട് സൈഡൊന്നും ഇളകി പോവാത്ത രീതിയിൽ മെല്ലെ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ നമ്മൾ പാൻ അടിയിൽ വെക്കുന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അടിഭാഗം കരിഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗവും നല്ലോണം സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയ ഷുഗർ സിറപ്പ് നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ ചെയ്തിട്ടില്ലേ, അപ്പം 1 കപ്പ് ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പെല്ലാം നമ്മൾ കുനാഫയിൽ മൊത്തത്തിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് പിസ്ത വെച്ചിട്ടാണ് ഞാൻ അലങ്കരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത പിസ്ത വെച്ചിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് എന്താ പറയുക അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം പിസ്ത നിർബന്ധമൊന്നുമില്ല, സാധാരണ കുനാഫ നമ്മൾ പിസ്ത എല്ലാം വെച്ചിട്ടല്ലേ സെറ്റ് ചെയ്യുക. ഇനിയിപ്പം നമ്മൾ വിളമ്പാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഷുഗർ സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കഴിക്കാൻ പോകുന്ന തൊട്ട് മുമ്പേ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ആദ്യം നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഇതാ ലാസ്റ്റ് നമ്മൾ വിളമ്പാൻ നേരം ചൂടോടുകൂടിയ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കുറച്ച് ഐസ്ക്രീമെല്ലാം ഇട്ടിട്ടാണ് സാധാരണ ഈ ഒരു കുനാഫ കഴിക്കൽ. പിന്നെ ഈ ഒരു കുനാഫ ഡോ ഉണ്ടാക്കിയോണ്ടാണ് കേട്ടോ കുറച്ച് പണിയായിട്ട് നിങ്ങൾക്ക് തോന്നിയ കുനാഫ ഡോ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങുക െങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രഷ് ക്രീമെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുനാഫയാണ്. അത്രയും ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.